ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾസിൽ നിന്ന് റിലേറ്റ് ചെയ്ത 2 ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഒരുപാട് ടിപ്സ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ എക്സാമ്പിൾ വഴിയാണ് ഈ ടിപ്സിലേക്ക് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹി ഗോസ് ടു ഡാഷ് ചർച്ച് എവരി സൺഡേ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ, എ, ആൻഡ്, നോ ആർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഹി ഗോസ് ടു ഡാഷ്, ആ ഡാഷിൻ്റെ അവിടെ നമ്മൾ ചേർക്കുന്നത് നോ ആർട്ടിക്കിളാണ്. അവിടെ നമ്മൾ ഒരാർട്ടിക്കിളും ഉപയോഗിക്കില്ല. ഹി ഗോസ് ടു ചർച്ച് എവരി സൺഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതിനുള്ള റീസൺ, അവിടെ എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ ഒന്നും ചേർക്കാത്തത് എന്നതിനുള്ള റീസൺ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ചർച്ച്, കോളേജ്, സ്കൂൾ, ഹോസ്പിറ്റൽ, പ്രിസൺ എന്നിവിടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് പോകുമ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതിനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ, ഈ ചർച്ചിലും കോളേജിലും സ്കൂളിലും ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിനൊരു റീസൺ ഉണ്ടല്ലോ, മെയിൻ റീസൺ ഉണ്ടല്ലോ, ഒരു കാര്യമുണ്ടല്ലോ. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ആ ആവശ്യത്തിന് മാത്രമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരാർട്ടിക്കിളും യൂസ് ചെയ്യില്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഐ വെന്റ് ടു ഡാഷ് ചർച്ച് ടു സീ മൈ ഫ്രണ്ട്. ഐ വെന്റ് ടു ഡാഷ് ചർച്ച് ടു സീ മൈ ഫ്രണ്ട്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻ ഉണ്ട്, എ ഉണ്ട്, ദ ഉണ്ട്, സം ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഐ വെന്റ് ടു ഡാഷ് ചർച്ച് ടു സീ മൈ ഫ്രണ്ട്. ചർച്ചിലേക്ക് എന്തിനാണ് പോകുന്നത്? എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ സി ആയിട്ടുള്ള ദായാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അവിടെ ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ചർച്ച്, പ്രിസൺ, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി മറ്റ് ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. നമ്മുടെ ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ ഷെയർ ചെയ്തത് ഇതേപോലെ ചർച്ച്, പ്രിസൺ, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ് ഇവിടെയൊക്കെ നമ്മൾ അതിൻ്റെതായ ആവശ്യത്തിന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ രോഗം കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരാർട്ടിക്കിളും യൂസ് ചെയ്യത്തില്ല. മറിച്ച് ഈ ചർച്ച്, പ്രിസൺ, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ് ഇവിടെയൊക്കെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ചർച്ചിലേക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് രോഗിയായി കിടക്കുന്ന ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ദാ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.